ഇപ്പൊ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ്. ഇത് നമുക്ക് ഈ സമ്പത്ത് നമുക്ക് നൽകുന്ന ഒരു സ്വാതന്ത്ര്യവും ഒരു കോൺഫിഡൻസും ഉണ്ടല്ലോ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നൽകുന്ന ഒരു കോൺഫിഡൻസ്. ഇപ്പൊ ഒരു പഴയ ചിന്താഗതിക്കാരുടെ അവരുടെ ഒരു പ്രത്യേക ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത് സ്ത്രീകൾ ജോലിക്കൊന്നും പോവാതെ വീട്ടിലെ ഭർത്താവിന്റെയും കുട്ടികളെയും കാര്യം നോക്കി ഇരിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു തോട്ട് പ്രോസസ്. എല്ലാവരുടെ ഇല്ലല്ലോ, കാരണം പണ്ടും എത്രയോ പേര് ജോലിക്ക് പോകുന്നുണ്ട്. എന്റെ വീട്ടിൽ തന്നെ എന്റെ അമ്മൂമ്മ ജോലിക്ക് പോകുന്നുണ്ട്, എന്റെ അമ്മൂമ്മയുടെ ചേച്ചിമാരൊക്കെ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അതാ ഞാൻ പറയാം, ഞാൻ അപ്പോഴേ മുതൽ എന്റെ ഫാമിലിയിൽ സ്ത്രീകൾ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് എന്റെ അമ്മൂമ്മയുടെ കാലഘട്ടം കേട്ടോ. എന്റെ അമ്മൂമ്മയുടെ ചേച്ചി നേഴ്സായിരുന്നു. എന്റെ അമ്മൂമ്മയുടെ 2-3 സിസ്റ്റേഴ്സ് എല്ലാവരും ഓരോരോ സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ. എന്റെ അമ്മ ദൂരദർശനിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. എന്റെ ചിറ്റ ഇപ്പോഴും ഒരു ന്യൂസ് ചാനലിന് വർക്ക് ചെയ്യുന്നുണ്ട്. എന്റെ അമ്മായിമാരെല്ലാവരും വർക്ക് ചെയ്യുന്നവരാണ്. എല്ലാം പണ്ടത്തെ ആൾക്കാരുടെ ചിന്ത അങ്ങനെ അല്ല. ജോലിക്ക് പോകണ്ടെന്ന് പറയുന്നത് മേ ബി അത് ഓരോരുത്തരുടെ ഫാമിലി പ്രശ്നമാണ്, അല്ലാണ്ട് എല്ലാം പഴമയുടെ ചിന്തയല്ല. അല്ല, ജോലി എന്ന് പറയുമ്പോ തന്നെ ഈ സിനിമ എന്നുള്ളൊരു ഫീൽഡ് ഉണ്ടല്ലോ, പഴയ ആൾക്കാർക്ക് സിനിമയെ കുറിച്ച് അറിവില്ലാത്തോണ്ട് അവർ വേണ്ടാന്ന് പറയണ്ടോ. പക്ഷെ എന്റെ ഫാമിലിയിൽ ഇപ്പം സിനിമയ്ക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പോ ആരും അങ്ങനെ എതിർപ്പൊന്നും പറഞ്ഞില്ല. അന്ന് എതിർപ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചെയ്യുകയില്ല, എന്റെ ഇഷ്ടത്തിന് ഞാൻ എന്തായാലും ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ എന്തോ ആരും പറഞ്ഞില്ല, അത് കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പോഴും ആരും പറയുന്നില്ല. ഇപ്പോഴും ആരെങ്കിലും പറയാണ് വേണ്ടാന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിർത്തും. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ തന്നെയാണ് ഞാൻ ഇരിക്കണേ. അല്ലാണ്ട് എനിക്ക് ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യമുണ്ട്, ഞാൻ കണ്ടിന്യൂ ചെയ്യും, എല്ലാവരും എതിർക്കും, അങ്ങനെ ഇല്ല. അവരാരെയും പറയുകയാണെങ്കിൽ, എന്റെ ഹസ്ബൻഡ് പറയുകയാണെങ്കിൽ, എന്റെ അമ്മ പറയുകയാണെങ്കിൽ, എന്റെ ആങ്ങളമാര് നീ ആ സിനിമ ചെയ്തത് എനിക്ക് മോശമായി, നീ ഇനി ചെയ്യരുത്, അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് ഞാൻ വേണ്ടാന്ന് വെക്കാനുള്ള മൈൻഡ് സെറ്റ് തന്നെയാണ് ഇപ്പോഴും എനിക്കിരിക്കുന്നത്. പക്ഷേ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ, എന്താ പറയാ, നമ്മളെല്ലാം പോസിറ്റീവായിട്ട് കാണാൻ നമ്മളെ തന്നെ പഠിപ്പിക്കുന്നോണ്ട് അങ്ങനെ ഒരു പോസിറ്റീവ് ഫാമിലിയാണ് എനിക്ക് കിട്ടിയത്. അത് മേ ബി എന്റെ ലക്കായിരിക്കും, എന്തോ അറിയില്ല. പക്ഷെ ഞാൻ പറയുന്നത്, ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഫേസ് ചെയ്യാൻ റെഡിയാണ്. അല്ലാതെ ഞാൻ ഡിപ്രഷനിലേക്ക് ആവുകയും അപ്സെറ്റ് ആവുകയും എല്ലാവരോടും ബഹളം വെക്കുകയും അങ്ങനെ ഒന്നും ചെയ്യില്ല. ഇപ്പോ ഡേർട്ടി പിക്ചർ വിദ്യാ ബാലൻ എന്നൊരു നടിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു വലിയൊരു മാറ്റമുണ്ട്. അതുപോലെ തന്നെ കനേ കുസൃതി ബിരിയാണി എന്നുള്ള സിനിമയ്ക്ക് ശേഷം അവാർഡുകൾ ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ലൈഫില് ഈ ബോൾഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാക്കിയ ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പോൾ സ്വാസിക തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിനിമകളുടെ തെരഞ്ഞെടുപ്പില് അമ്മയുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പം ഈ ചതുരം എന്നുള്ളൊരു സിനിമ ആ സമയത്ത് സ്വാസിക എന്നൊരു നടിയുടെ ഒരു പെർഫോമൻസ് മാത്രമല്ല, ഒരു നടിയുടെ ഒരു കാലിബർ അത് വ്യക്തമാക്കിയ ഒരു പെർഫോമൻസും കൂടിയാണ്. പേഴ്സണലി അതിനകത്ത് സ്വാസികയുടെ പെർഫോമൻസും ആ സിനിമയും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. പ്രത്യേകിച്ച് അതിന്റെ ക്ലൈമാക്സ് സീൻ, സ്വാസിക ഡ്രൈവ് ചെയ്തിട്ട് റോഷൻ അവിടെ ലെഫ്റ്റ് സീറ്റിൽ ഇരിക്കുന്ന ആ ഒരു സീൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സീനാണ്. അപ്പൊ ഈ ചതുരം സിനിമയുടെ ആ ഒരു സിനിമയിലുണ്ട് അതിന്റെ ഒരു കഥാപാത്രത്തെ കുറിച്ച് ഇതേപോലെ ഫാമിലിയിൽ എന്തെങ്കിലും ഞാനും അമ്മയും കൂടിയാണ് സിദ്ധുവേട്ടന്റെ ഫ്ലാറ്റിൽ പോയിട്ട് ഞങ്ങളാണ് കഥ കേട്ടത്. അപ്പം അമ്മ ഇങ്ങനെ ഇരിക്കുന്നു, ഞങ്ങൾ സിദ്ധുവേട്ടനും ഞാനും ഇങ്ങനെ കഥ പറയുന്നു. അമ്മ എല്ലാം കേട്ടു. ഞാനും അമ്മയും തൃപ്പൂണിത്തുറ ടു മൂവാറ്റുപുഴ ഞങ്ങളുടെ ഡ്രൈവില് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. പക്ഷെ അമ്മ പറഞ്ഞത്, ഇപ്പൊ ഞാൻ ഈ നേരത്തെ പറഞ്ഞ സിനിമയുടെ പോലെ അമ്മ പറഞ്ഞില്ല. അമ്മ പറഞ്ഞത് ഈ സിനിമ കുഴപ്പമില്ല, ഇത് ചെയ്തു കഴിഞ്ഞാൽ നിനക്ക്, അതായത് ഡ്രസ്സിന്റെ കാര്യത്തിൽ നിനക്ക് എന്താ തോന്നണെന്ന് വെച്ചാൽ നീ പറ, എനിക്കത് ഭയങ്കര, അതായത് നീ ചെയ്യരുതെന്നുള്ളൊരു റെസ്ട്രിക്ഷൻ ഞാൻ വെക്കുന്നില്ല. പക്ഷെ നീ അങ്ങനത്തെ ഡ്രസ്സുകളും കാര്യങ്ങളൊന്നും യൂസ്ഡ് അല്ലാതെ വരുമ്പോൾ ക്യാമറയുടെ മുന്നിൽ അത് എത്രത്തോളം കംഫർട്ടബിൾ, അതൊക്കെ ആലോചിക്കണം. അതൊക്കെ നമുക്ക് ആലോചിക്കാം, സമയമുണ്ടല്ലോ. അല്ലാതെ കഥയും കഥാപാത്രവും ഡയറക്ടറൊക്കെ നമുക്ക് നല്ലതായിട്ട് വരാനാണ് ചാൻസ്. അപ്പോൾ ഈ സിനിമ എന്തായാലും നല്ലതായിട്ട് വരാൻ ചാൻസ് ഉണ്ട് എന്ന് അമ്മ അന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ്. ഇപ്പൊ അമ്മ പറഞ്ഞ പോലെ അന്ന് പറയുകയാണെങ്കിൽ ആ സിനിമ ചെയ്യില്ല. പക്ഷെ ഞാൻ ഡിസ്കസ് ചെയ്തപ്പോ അമ്മ അങ്ങനെ പറഞ്ഞില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ അമ്മ അങ്ങനെ പറയാത്തതെന്ന് ചോദിച്ചപ്പോ അമ്മയ്ക്ക് ഒന്നിനും റീസൺ ഇല്ല. അമ്മ പറയുന്നത്, എനിക്ക് ഒരു തോന്നൽ, എന്റെ അമ്മ ഭയങ്കര വിശ്വാസിയാണ്, മേ ബി അമ്മയ്ക്ക് എന്തെങ്കിലും തോന്നൽ വരുമായിരിക്കും എന്റെ മകൾക്ക് ഇത് നല്ല, അതെനിക്ക് പണ്ട് മുതൽ അനുഭവം ഉള്ളതാണ്. എന്റെ അമ്മ വേണ്ട എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അത് നാശമായിരിക്കും അതിന്റെ റിസൾട്ട്. എന്റെ അമ്മ വേണ്ടാന്ന് പറയുന്ന കാര്യം ഞാൻ ചെയ്യാതെ അവോയ്ഡ് ചെയ്ത് മാറിക്കഴിഞ്ഞാൽ അതിന്റെ ഗുണം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് അറിയാം അമ്മ പറയുന്നത് നല്ലതാണോ ചീത്തയാണോ, അത് അമ്മ എന്ത് കഴിവാണോ, അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ എനിക്ക് അറിയില്ല, അത് എന്താ റീസൺ എന്നറിയില്ല. പക്ഷെ എന്റെ അമ്മ നോ പറഞ്ഞു കഴിഞ്ഞാൽ ആ നോയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നമ്മൾ മനസ്സ് കാണിച്ചു കഴിഞ്ഞാൽ അത് നല്ല റിസൾട്ട് ആയിരിക്കും. എസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ എസിനോട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അത് നല്ല റിസൾട്ട് ആയിരിക്കും. അങ്ങനെയാണ് എനിക്ക് ഈ 33 വയസ്സ് വരെ വന്നിരിക്കുന്നത്. അത് എന്റെ അമ്മയുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്നെ കുറിച്ചിട്ട് മറ്റാരേക്കാൾ നന്നായിട്ട് എന്റെ അമ്മയ്ക്ക് തന്നെയാണ് എന്നെ അറിയുള്ളൂ. അത് ഈച്ച് ആൻഡ് എവ്രി കാര്യങ്ങളും എന്റെ അമ്മയ്ക്ക് അറിയാം. ഞാൻ വിഷമിക്കുന്നത്, സന്തോഷിക്കുന്നത്, ഏത് കാര്യത്തിലാണ് എക്സൈറ്റഡ് ആവുന്നത് എല്ലാം അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ ഒരു ബൗണ്ടറി വരച്ചിട്ടുണ്ട്. ആ ബൗണ്ടറിക്ക് അപ്പുറത്ത് ഉള്ള ഒരു സന്തോഷം നിനക്ക് നല്ലതാവില്ല. അത് അനുസരിക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല ഗുണം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ്
ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ അമ്മ പറയുന്ന വഴിയിലൂടെ പോകുന്നത് എനിക്ക് ഇഷ്ടമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ എത്ര ഇൻഡിപെൻഡൻ്റ് ആണെങ്കിലും, ഞാൻ ഏൺ ചെയ്യുന്നുണ്ടെങ്കിലും ഒക്കെ അമ്മ പറയാണ് അത് വേണ്ട, ഈ പൈസ ഇപ്പം അതിന് ചെലവാക്കണ്ട, ഈ പൈസ ഇപ്പം ഇവിടെ വെക്ക്, അല്ലെങ്കിൽ ഈ പൈസ എനിക്ക് താ, ഞാനത് ഇത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കൊടുക്കും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ ഒരു ജീവിതം പോകുന്നത്. അത് പറഞ്ഞ് കേൾക്കുമ്പോൾ എനിക്ക് അതിന് ഗുണം കിട്ടുന്നുണ്ട്. അത് എത്രത്തോളം എല്ലാവർക്കും കിട്ടും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ അമ്മ പറയുന്നത് കേൾക്കണം, അമ്മയുടെ അങ്ങനെയൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ ജീവിതം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മയുടെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ അമ്മയുടെ ഒരു ഇൻഫ്ലുവൻസ് എനിക്ക് ഭയങ്കര നല്ലതായിട്ട് വന്നിട്ടുള്ളൂ. അല്ല, ഇപ്പോ സ്വാസിക അന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഞാൻ ആ കാര്യം എപ്പോഴും ഞാൻ ഇങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഭർത്താവിന് താഴെ ജീവിക്കാനാണ് ഇഷ്ടം എന്ന് സ്വാസിക പറഞ്ഞല്ലോ, ശരിയാണ്. ഇപ്പൊ സ്വാസിക പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. സ്വാസികയുടെ മെന്റൽ പീസിന് ആ ഒരു ജീവിത ശൈലിയാണ് സ്വാസികയ്ക്ക് ഇണങ്ങുന്നത്. പക്ഷെ അങ്ങനെ ജീവിച്ചുകൊണ്ടാണ് ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ മെന്റൽ പീസ് ഇല്ലാതായതും അവർക്ക് ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയതും. അപ്പോൾ നമ്മൾ ഈ ഒരു കാലത്ത് ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള, മലയാളം മാത്രമല്ല തമിഴിലും ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ആക്ട്രസ് അത് പറയുമ്പോൾ അത് ആൾക്കാരിൽ ഒരു സംശയം. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ എന്നെ ഒരു ഇന്റർവ്യൂവിന് വിളിച്ചു. ഇപ്പൊ ഇത് എന്റെ ഇന്റർവ്യൂ ആണ്. അപ്പൊ എന്റെ ഇന്റർവ്യൂവിൽ എന്നോടൊരു ചോദ്യം ചോദിച്ചു. അപ്പൊ എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ എന്റെ കാര്യമാണോ പറയേണ്ടത്, അതോ കേരള സമൂഹത്തിനെ മൊത്തം നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണോ പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ കേരളം സമൂഹത്തിലെ എല്ലാ ആൾക്കാർക്കും നല്ലത് മാത്രമേ പറയുന്ന രീതിയിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് നമ്മൾ ചെയ്യുന്നെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി സംസാരിക്കാം. പക്ഷെ എനിക്ക് എല്ലാവരുടെയും കാര്യം പറയാൻ പറ്റില്ലല്ലോ. എന്റെ ഇഷ്ടമല്ല ചോദിക്കുന്നത്. എന്നോട് അന്ന് ഇന്റർവ്യൂവിൽ ചോദിച്ച എന്റെ ഭർത്താവിന്റെ അടുത്തുള്ള കോൺസെപ്റ്റ് ആണ് ചോദിച്ചത്. അപ്പൊ എനിക്ക് അയ്യോ മറ്റുള്ളവർ ഇത് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ, അപ്പൊ അവരുടെ ജീവിതം അങ്ങനെയാകുമ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് എനിക്കൊരു ആൻസർ പറയാൻ പറ്റില്ല. എന്റെ ജീവിതമാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴും ഞാൻ അതാ പറയുന്നത്. ഞാൻ പറയുന്ന കാര്യം ശരിയാണെന്നോ, ഇതിൽ ഇങ്ങനെ ജീവിച്ചാലേ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവൂന്ന് ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ഞാനത് ഇനിയും പറയില്ല. കാരണം അതൊരു ശരിയായിട്ടുള്ള കാര്യമല്ല. ഇപ്പൊ ഞാൻ എൻ്റെ അമ്മയുടെ കാര്യം പറഞ്ഞു, അത് തന്നെയാണ്. ഞാനും എൻ്റെ അമ്മയും തമ്മിലുള്ള റാപ്പുമാണ് അത്. അതേപോലെ മറ്റുള്ളവരുടെ അമ്മയായിട്ട് അങ്ങനെ ഇല്ല. ഒരുപാട് പേർക്ക് അവരുടെ അമ്മമാരുമായിട്ടുള്ള റാപ്പ് ശരിയല്ല. അവരുടെ അമ്മമാരല്ല അവരുടെ ജീവിതം തീരുമാനിക്കുന്നത്. പക്ഷെ എനിക്ക് എൻ്റെ അമ്മ ജീവിതം തീരുമാനിക്കുന്നത് കൊണ്ട് എനിക്ക് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ എന്തിനാ ഞാൻ എൻ്റെ അമ്മയുടെ വാക്ക് കേൾക്കാണ്ട് എൻ്റെ ഇഷ്ടത്തിന് പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഇത് എൻ്റെ ലൈഫിലും വന്ന ഇൻസിഡൻസ് വെച്ചിട്ടാണ് നമ്മള് ഇപ്പൊ ഒരാൾ ഈശ്വര വിശ്വാസി ആവുന്നതും നിരീശ്വരവാദി ആവുന്നതും അവരുടെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും. അതേപോലെയാണ് എനിക്ക് എൻ്റെ അമ്മ പറയുന്ന കാര്യങ്ങളിലൂടെ ജീവിക്കുമ്പോൾ നല്ലത് വന്നിട്ടുണ്ട്. അമ്മ പറയാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഫുൾ പ്രശ്നങ്ങളാവുന്ന. ഇപ്പൊ എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റിനോടൊക്കെ ചോദിച്ചാൽ അറിയാം, എൻ്റെ അമ്മ പറയാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ അതിന്റെ ഭയങ്കര മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അമ്മയിലേക്ക് ഒതുങ്ങിയത്. മറ്റുള്ളവർ അങ്ങനെ ആവണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ അമ്മയിലേക്ക് ഒതുങ്ങേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ എന്നോട് എന്റെ അമ്മേനെ കുറിച്ച് ചോദിക്കുമ്പോ ഞാൻ അതല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ല, അതെന്താണെന്നറിയാമോ, നമ്മളിപ്പോ ഒരു സിനിമ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഞാനൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു ആൻസർ ആണോ ഇന്റർവ്യൂവിൽ കൊടുക്കണ്ടേന്നാണ് ഞാനിപ്പോ ചേച്ചിയോട് ചോദിക്കുകയാണ്. എന്നോട് എന്റെ വിവാഹ ജീവിതത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്റെ ഫാമിലി അതിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ കേരള സമൂഹത്തിലുള്ള എല്ലാവരെയും പേടിച്ചിട്ട് ഞാനൊരു ഫേക്ക് ആയിട്ടുള്ള ആൻസർ പറയണോ? അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ ഇന്റർവ്യൂവിൽ ഞാൻ അങ്ങനെ പറയാം. ഇതിപ്പോ ഞാൻ സത്യസന്ധമായിട്ട് എന്റെ ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹമാണ്. അങ്ങനെ ആഗ്രഹിച്ചൂടെ എനിക്ക്? എല്ലാവരും ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് എന്റെ ജീവിതം ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹം. അപ്പൊ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എന്റെ ആഗ്രഹമാണ് പറയുന്നത്. ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല ഇങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. എനിക്കിങ്ങനെ ജീവിക്കാൻ ആഗ്രഹം. അപ്പൊ എന്റെ ഇന്റർവ്യൂവില് ഇപ്പൊ നാളെ എന്നോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് മറ്റുള്ള സമൂഹത്തിലെ സ്ത്രീകളോട് പറയാൻ എന്താണെന്നുള്ള ചോദിക്കുമ്പോൾ ഞാൻ പറയും. ഇൻഡിപെൻഡന്റ് ആവുന്ന കാര്യം, നിങ്ങളുടെ ഫ്രീഡം, ഫിനാൻഷ്യൽ അതൊക്കെ കുറിച്ച് ഞാൻ വേണേ സംസാരിക്കാം. എന്നോട് എന്റെ ആഗ്രഹം ചോദിക്കുമ്പോൾ എനിക്ക് എന്റെ ആഗ്രഹം ഇതാണ്. ഇത്രയും ആൾക്കാരുടെ നടുവിൽ ജീവിച്ച് വളർന്ന ഒരു സ്വാസികയുണ്ട്. എല്ലാ കാര്യവും സ്വാസിക ചെയ്യുന്നിരിക്കുന്ന ജോയിന്റ് ഫാമിലിയുടെ അണ്ടറിലാണ്. അപ്പം ഞാൻ ആ ജീവിതം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. എനിക്ക് ആ മെന്റൽ പീസ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. എനിക്കൊരു ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ആ ജോയിന്റ് ഫാമിലി ഒരു ഫംഗ്ഷൻ വന്നാൽ എല്ലാവരെയും വിളിച്ചു വരുത്തുക, ഇതിനൊക്കെ മുൻകൈ എടുക്കുന്നത് ഞാൻ തന്നെയാണ്. എല്ലാവരും എൻ്റെ വീട്ടിൽ വേണം. അതാണ് എൻ്റെ ഒരു ഹാപ്പിനെസ്. അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് പോയിട്ട് എൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ മാത്രം സമയം ചെലവഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തത് എന്റെ ഇഷ്ടമാണ് ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ വേണമെന്ന് ഞാൻ ആരോടും പറയുന്നില്ല. ഞാൻ പറയുന്നത് എന്റെ പൈസ ചെലവാക്കാൻ ഞാൻ എൻ്റെ അമ്മയോട് അഭിപ്രായം ചോദിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ചോദിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ അമ്മ പറയുന്നതാണ് ഞാൻ ഓക്കെ ഇന്ന് ആ പൈസ ഇതിന് ചെലവാക്കണ്ടെന്ന് അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേൾക്കുന്നുണ്ട്.
എന്റെ ഹസ്ബൻഡ് പറഞ്ഞാലും ഇപ്പൊ കേൾക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. സാധാരണ ഇപ്പൊ ഒരു പഴമയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഭർത്താക്കന്മാര് ഭാര്യയെ കുറിച്ച് ഒരുപാട് പ്രൗഡ് ആവുന്നത് നല്ല നല്ല ആഹാരം കുക്ക് ചെയ്ത് കൊടുക്കുമ്പോഴാണ്. പക്ഷേ ഇപ്പോൾ ഈ ന്യൂജൻ കാലത്തെ ഭർത്താക്കന്മാര് ഭാര്യയെ കുറിച്ച് ഏറ്റവും പ്രൗഡ് ആവുന്നത് അവർ എത്രത്തോളം ഇൻഡിപെൻഡന്റ് ആവുന്നു എന്ന് 10 പേരോട് പറയുമ്പോഴാണ്. ഇപ്പോൾ കേണൽ സോഫിയ ഖുറേഷിയുടെ ഹസ്ബൻഡ്, സോഫിയ ഖുറേഷി ഓപ്പറേഷൻ സിന്ധുവിന്റെ മേധാവിയായിരുന്നു. അവർ ഹസ്ബൻഡ് ഒരു ചാനലിൽ വന്നിരുന്ന് പറഞ്ഞു, ഐ എം വെരി പ്രൗഡ് ഓഫ് മൈ വൈഫ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ സൊസൈറ്റിയുടെ കാഴ്ചപ്പാടുകൾ മാറുന്നത്. പലപ്പോഴും നമ്മളുടെ ഒരു സമൂഹത്തിന്റെ ഒരു സാംസ്കാരിക നിലവാരം അല്ലെങ്കിൽ ഒരു സാമ്പത്തിക നിലവാരം ജഡ്ജ് ചെയ്യുന്നത് അവരുടെ സ്ത്രീകൾ എങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ ചിന്തിക്കുന്നു എന്നതിന്റെ ഒരു അളവുകോലാണ് പലപ്പോഴും ഒരു സമൂഹം എത്രത്തോളം മുന്നോട്ട് പോകുന്നത് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. ഈ പല രാജ്യങ്ങളിലും സ്ത്രീകളുടെ അവസ്ഥ വളരെ മോശമാണ്. അതുകൊണ്ടാണ് അവിടെ എക്കണോമിക്കലായിട്ട് ഡെവലപ്മെന്റ് ഉണ്ടാവാത്തത്. സ്ത്രീയും പുരുഷനും ഒരുപോലെ സാമ്പത്തികമായി മുന്നേറിയാൽ മാത്രമേ നമുക്ക് ആ രാജ്യത്തിൽ ഒരു ഈക്വൽ ആയിട്ട് ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പം അതുകൊണ്ടൊക്കെ കൂടെ ആയിരിക്കാം ആൾക്കാർ ഇങ്ങനെ ചിലപ്പോ സ്വാസികയുടെ ഇഷ്ടങ്ങളെ ചിലപ്പോ പലപ്പോഴും വിമർശിക്കുന്നത്. അതാ പറഞ്ഞത്. പക്ഷെ അത് എന്ന് വിചാരിച്ച് നിങ്ങൾ എന്റെ ജീവിതം എന്നോട് ഇങ്ങനെ ജീവിക്കാൻ പാടുള്ളൂ നിങ്ങൾക്ക് പറയാൻ ആർക്കും അവകാശമില്ല. ഞാൻ എന്റെ കോൺസെപ്റ്റിലാട്ടോ ഞാൻ പറയുന്നത്. എന്റെ കോൺസെപ്റ്റില് എല്ലാം ബാലൻസ് ചെയ്യാൻ പറ്റുന്ന സ്ത്രീകളാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് എന്റെ മാത്രം ചിന്തയാണ്. എന്റെ മനസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കും ഫാമിലി ലൈഫും എല്ലാം നന്നായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരുപാട് സ്ത്രീകളെ എനിക്ക് അറിയാം. വലിയ വലിയ പൊസിഷനിലാണ് ഇരിക്കുന്നതെങ്കിലും അവരുടെ ഫാമിലി ലൈഫും അവർ വളരെ ഗംഭീരമായിട്ട് മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. ഈ പറഞ്ഞ കുക്കിംഗ് വരെ അവര് എന്താ പറയാ അവരുടെ ഭർത്താക്കിനോ അല്ലെ മക്കൾക്കോ ഒക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കുക്ക് ചെയ്ത് കൊടുത്തിട്ട് വരെ വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരെയും എനിക്ക് പേഴ്സണലി അറിയാം. അപ്പൊ എന്റെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ആവാനാണ്. എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ എനിക്ക് പറ്റണമേ. അത് ഇതുവരെ എനിക്ക് പറ്റിയിട്ടില്ല, പക്ഷെ അത് പറ്റണമേ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം എനിക്ക് ഞാനിപ്പോൾ പല റീൽസ് ഒക്കെ കാണുമ്പം ചില ആർട്ടിസ്റ്റുകളുടെ റീൽസ് ആണ് അല്ലെങ്കിൽ അങ്ങനെ കാണുമ്പോൾ അമ്മമാരെ കുറിച്ചിട്ട് അമ്മമാരുടെ ഫുഡിനെ കുറിച്ചിട്ടൊക്കെ അവർ പറയുന്ന ചില റീൽസ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കണേ ഒരു 10 വർഷം കഴിയുമ്പോൾ അങ്ങനെ ഒരു അമ്മമാരെ കുറിച്ച് പറയാൻ നമുക്കൊരു ടോപ്പിക് ഉണ്ടാവില്ല. കാരണം ഏത് അമ്മയായിരിക്കും ആ സമയത്ത്, കാരണം പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന അമ്മയായതുകൊണ്ട് എനിക്ക് ഇതിനുള്ള സമയമില്ല. ഞാൻ വർക്ക് ചെയ്യുന്ന അമ്മയായതുകൊണ്ട് എനിക്ക് എൻ്റെ മക്കൾക്ക് ഈ സാധനം വെച്ചു കൊടുക്കാൻ എനിക്ക് സമയമില്ല എന്ന് പറയുന്ന ഒരുപാട് അമ്മമാരുണ്ട്. അപ്പോൾ ഈ സമയമില്ലാതെ ആകുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോകും. അങ്ങനെ പറയാൻ നമുക്ക് അമ്മയുടെ രുചി എന്നൊക്കെ പറയാനായിട്ട് പിന്നെ പറ്റുമോന്ന് എനിക്ക് അറിയില്ല. ഒരു 10 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ അതൊക്കെ എങ്ങനെ ആയി തീരും അറിയില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലോണം ഭക്ഷണം പാകം ചെയ്യുന്ന ഒരുപാട് അച്ഛന്മാരുണ്ട്, ഭർത്താക്കന്മാരില്ലേ. പക്ഷെ നമ്മളിപ്പം അച്ഛന്റെ രുചിയെന്ന് അങ്ങനെ ആരും പറയാറില്ല. അച്ഛന്റെ രുചി പറയുന്ന എത്രയോ പേരുണ്ട്. ചിലപ്പോ 10 വർഷം കഴിയുമ്പോൾ അച്ഛന്റെ രുചികളെ കുറിച്ചായിരിക്കും മക്കളെ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ 10 വർഷം കഴിയുമ്പോ അമ്മ വേണ്ട അച്ഛൻ മാത്രം മതിയാ? അല്ല, ഞാൻ പറഞ്ഞ അച്ഛനും അമ്മയും രണ്ടുപേരും രുചിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ പറയുന്നത് നമ്മൾ സ്ത്രീകൾക്ക് എല്ലാ ബുദ്ധിമുട്ടും സ്ത്രീകൾ കാണുന്ന അങ്ങ് വരുത്തി തീർക്കാണ്. അച്ഛന്മാരുടെ ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ടോ അവരുടെ എഫേർട്ടിനെ കുറിച്ചിട്ടോ നമ്മൾ സംസാരിക്കാത്തോണ്ടാണ്. എപ്പോഴും നമ്മൾ പറയുന്നത് സ്ത്രീയാണ് ബുദ്ധിമുട്ടുന്നത്, സ്ത്രീയാണ് കഷ്ടപ്പെടുന്നത്, സ്ത്രീയാണ് എല്ലാം ചെയ്യുന്നതെന്ന്. അങ്ങനെയല്ല. അച്ഛന്മാരും കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി ജോലിയും പ്രശ്നങ്ങളും എല്ലാം ചെയ്യുന്ന എത്രയോ അച്ഛന്മാരുണ്ട്. സിംഗിൾ പേരന്റ് നമ്മൾ എപ്പോഴും അമ്മമാരെയാണ് സിംഗിൾ പേരന്റ് ആയിട്ട് ചെയ്യുമ്പോൾ അമ്മമാരുടെ കഷ്ടപ്പാടിനെ മാത്രമേ കാണിക്കുന്നത്. പക്ഷെ അച്ഛന്മാർക്കും ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും സ്ത്രീകൾ എന്തോ വീക്കാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണോ എന്താണെന്ന് അറിയില്ല. പക്ഷെ എപ്പോഴും സ്ത്രീകളുടെ ബുദ്ധിമുട്ടിനെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. ഇപ്പോഴും പറയുമ്പോൾ 10 വർഷത്തിന് ശേഷം അച്ഛന്മാരുടെ രുചി ആയിക്കൂടെ എന്ന് പറയുമ്പോൾ അപ്പൊ അവിടെ അമ്മമാര് വേണ്ടേ? അമ്മമാരും വേണമല്ലോ. ഈ അമ്മമാരും അച്ഛന്മാരും ഒരേപോലെ മക്കൾക്ക് അല്ലെങ്കിൽ അങ്ങനെ രുചിനെ കുറിച്ച് പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടാവണം. പക്ഷെ അത് ഉണ്ടാവുമോ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എപ്പോഴും നമ്മൾ പറയുന്നത് എന്താ പറയാ, നമ്മൾ സ്ത്രീകൾ ഭയങ്കരമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് ഇനി അടുക്കള ഭരണം ഞങ്ങൾ പുരുഷനിലേക്ക് വിട്ടുകൊടുക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത്. അത് ഓക്കെ, രണ്ടുപേരും ഈക്വലി ചെയ്യുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ എഗെയിൻ ഞാൻ പറയുന്നത് എന്റെ ഇഷ്ടം എന്ന് പറയുന്നതാണ് കേട്ടോ. എനിക്കിഷ്ടം, എനിക്ക് ഇനിയിപ്പോ നാളെ കുട്ടികളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എനിക്കിതെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണേ എന്നുള്ള ആഗ്രഹം. എനിക്ക് തന്നെ എന്റെ മക്കൾക്ക് കുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റണേ എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. പറ്റുമോ ഇല്ലയോ, എനിക്ക് നന്നായി കുക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ ആഗ്രഹമാണത്. ആ അടുക്കള എന്റെ മക്കൾക്ക് ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണേ. എത്ര തിരക്കാണെങ്കിലും എത്ര ഇതാണെങ്കിലും എത്ര വയ്യായെങ്കിലും എനിക്കത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു മൈൻഡ് അല്ലെങ്കിൽ ഒരു ആരോഗ്യം അല്ലെങ്കിൽ ഒരു സമയം, അതൊക്കെ എനിക്ക് എങ്ങനെയെങ്കിലും
എനിക്ക് ഒത്തുചേരണേ എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അപ്പൊ അങ്ങനെ എന്റെ മക്കള് നാളെ എന്നെ കുറിച്ച്, ഞാൻ അതൊക്കെ ഇപ്പോഴേ സ്വപ്നം കാണുന്നതാണ്. സ്വപ്നം കാണുന്നതിന് എനിക്ക് ആരുടെയും അനുവാദം വേണ്ടല്ലോ. എന്റെ മക്കള് എന്റെ അമ്മയുടെ മാമ്പഴ പുളിശ്ശേരി, എന്റെ അമ്മയുടെ മീൻകറി എന്നൊക്കെ പറയണത് അവര് പറയണേ എന്നൊക്കെ ഉള്ളതാണ് ആഗ്രഹം. അപ്പൊ എനിക്കിപ്പോ ഇത്തിരി സമയം കിട്ടിയാൽ തന്നെ, ഞാൻ ചെന്നൈയിൽ ഞങ്ങളുടെ വീട്ടിലുള്ളപ്പോ ഒരു ഇത്തിരി സമയമാണ് കിട്ടുന്നെങ്കിലും ഞാൻ ഉറങ്ങുക, അല്ലെങ്കിൽ പാർട്ടിക്ക് പോവുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കുക എന്നുള്ളതിനൊക്കെ അപ്പുറം അതൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്യുന്നതിന്റെ അപ്പുറം ഞാൻ ഒരു 10 മിനിറ്റ് കൊണ്ട് എന്താണ് ഈസി ആയിട്ട് എന്ത് കുക്ക് ചെയ്യാൻ പറ്റും, 10 മിനിറ്റ് കൊണ്ട് അതൊന്ന് കുക്ക് ചെയ്ത് പ്രേമിന് കൊടുക്കണം എന്നുള്ളത് എന്റെ മൈൻഡിലുണ്ട്. പക്ഷെ എനിക്ക് പുറത്തു പോകണം, അതും ഞാൻ ചെയ്യുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ 10 മിനിറ്റ് കൊണ്ട് എന്ത് റെസിപ്പിയാണുള്ളത്, 10 മിനിറ്റിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ 10 മിനിറ്റ് എനിക്ക് എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം എന്നുള്ളത് ഞാൻ ആലോചിക്കാറുണ്ട്. അങ്ങനെ ഒരു സമയം ഒരു 10 മിനിറ്റ് കിട്ടുമ്പോൾ 1 പോട്ട് എന്തെങ്കിലും സാധനങ്ങൾ പെട്ടെന്ന് കുക്ക് ചെയ്ത് കൊടുക്കുന്നു, കഴിക്കുന്നു, അഭിപ്രായം കേൾക്കുന്നു, നമ്മൾ ഇത് ചെയ്യുന്നു. സോ അങ്ങനെ എല്ലാം ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് എനിക്ക് ഉണ്ടാവണേ, ഇൻ ഫ്യൂച്ചർ ഉണ്ടാവണേ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രാർത്ഥന. എനിക്കെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണേ എന്നുള്ളതാണ് ആഗ്രഹം. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഉള്ള ബ്യൂട്ടി എന്താണെന്ന് ആ സമയത്ത് അനുഭവിച്ചാൽ അറിയുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു അത് നല്ല രസമായിരിക്കും.